ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോക എഗ് റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഇത് വന്നിട്ട് ഡയബറ്റിക്കാർക്കും അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പോകയാണ്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സബോള അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. ഇനി നമ്മൾ ഉള്ളിത്തണ്ട് കുറച്ച് ഒരു 2 ടീസ്പൂണ് ഉള്ളിത്തണ്ട് ഇട്ടു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുട്ട കൊത്തി ഒഴിക്കുകയാണ്. ഞാനൊരു 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. ഇത് നല്ല ഹൈ പ്രോട്ടീനായിട്ടുള്ള ഒരു പോകയാണ്. നമ്മൾ മുട്ടയെല്ലാം ഒഴിച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഡയബറ്റുകാർക്കും അതേപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത് തന്നെ നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. അത് ഡയബറ്റുകാർക്കും അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ളവർക്കും വളരെ നല്ലതായിരിക്കും. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾക്ക് അതിലേക്ക് 2 കപ്പ് അവല്, അത് പേപ്പർ അവലാണെങ്കിൽ നമ്മൾക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. കട്ടിയുള്ള അവലാണെങ്കിൽ മാത്രം നമ്മൾ അത് കുതിർത്ത് എടുക്കണം. 2 ടീസ്പൂണ് തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, പുളിയില്ലാത്ത തൈരാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ടയും അവലും എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.